ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മളുള്ളത് ബ്ലൂ ലൈനിൻ്റെ ഭാഗമായിട്ടുള്ള അൽ ഇമാൻ ജനറൽ ഹോസ്പിറ്റൽ സ്റ്റേഷനിലാണ്. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിൽ ഈ കാണുന്നതാണ് അൽ ഇമാൻ ഹോസ്പിറ്റൽ. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ 1997 സൽമാൻ രാജാവ് ഉദ്ഘാടനം ചെയ്തൊരു ഹോസ്പിറ്റലാണ്. ഇവിടുത്തെ മെയിൻ ഒരു ഹോസ്പിറ്റലാണ്. അപ്പം അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്റ്റേഷനാണ് അൽ ഇമാൻ ഹോസ്പിറ്റൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കാഴ്ചകളൊക്കെ അതിനകത്തെയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഫുള്ള് വീഡിയോ കാണുക. 1997 സൽമാൻ രാജാവ് സൗദി റിയാദിൽ ഉദ്ഘാടനം ചെയ്ത ഒരു ഹോസ്പിറ്റലാണ് അൽ ഇമാൻ ജനറൽ ഹോസ്പിറ്റൽ. ഈ ഹോസ്പിറ്റലിനോട് ചേർന്നുള്ള സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്റ്റേഷന് അൽ ഇമാൻ ഹോസ്പിറ്റലിൻ്റെ പേര് നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്റ്റേഷൻ്റെ എക്സ്റ്റീരിയർ സൈഡ് പറയുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നു, ക്ലാഡിങ്ങുകളും ഒക്കെ കൊണ്ട്. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് പല ലാൻഡ് മാർക്കുകളിലേക്കും ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേഷൻ കൂടിയാണ് ഈ അൽ ഇമാൻ ജനറൽ ഹോസ്പിറ്റൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അൽ ഇമാൻ സ്റ്റേഷനിലെ പുറത്തത്തെ ഡിസൈനും കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്കിനി അകത്തോട്ട് പോകാം. അകത്തോട്ട് പോകുമ്പോഴും ഇവിടെ എല്ലാം ഓട്ടോമാറ്റിക് ഡോർ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇൻഫർമേഷൻ ഉള്ള ഒരു സ്ക്രീനുണ്ട്. പിന്നെ നമുക്ക് എൻട്രൻസ് വേണ്ടിയിട്ട് എസ്കലേറ്ററും സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് മേലോട്ട് പോകാം. എന്ന് പറയുന്നതും വലിയ വലുപ്പത്തിലുള്ള ഗ്ലാസ് കൊണ്ടുള്ള വോളും അതുപോലെ തന്നെ വൈറ്റ് ഫിനിഷിലുള്ള സീലിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു സ്റ്റേഷൻ തന്നെയാണ്. എല്ലാം നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തുടക്കത്തിലായതുകൊണ്ട് തന്നെ ക്ലീനിങ്ങിൻ്റെ കാര്യം അൺബിലീവബിൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റാഫുകളൊക്കെ ഉണ്ട് ക്ലീൻ ചെയ്യാനും ഒക്കെ ആയിട്ട്. നമുക്ക് ലിഫ്റ്റ് സംവിധാനവും ഉണ്ട്. അപ്പോൾ ലിഫ്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്കിനി മുന്നോട്ട് പോകാം. ഇവിടെയും മറ്റ് സ്റ്റേഷനിലെ പോലെ തന്നെ നമ്മൾ അടുത്തൊരു ഫ്ലോറിലോട്ട് വരുമ്പോൾ നമ്മുടെ ഇൻഫർമേഷൻ സെൻറ്റർ, പിന്നെ അതുപോലെ തന്നെ ടിക്കറ്റിംഗ്, വെൻഡിങ് മെഷീന്, പിന്നെ ജനറലായിട്ടുള്ള ഇൻഫർമേഷൻ സെൻറ്ററും കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആക്സസ് ചെയ്ത് നമുക്ക് അകത്തോട്ട് പോകാൻ പറ്റുന്ന ഓപ്ഷനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേഷനിലെന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് സംഭവം ഈ ഒരു ഹോസ്പിറ്റലാണ് മെയിനായിട്ട്. ഈ ഇവിടുന്ന് ഈ ഒരു കാർഡ് വെച്ച് തന്നെയായിട്ട് ആക്സസ് ചെയ്ത് നമുക്ക് ഉള്ളിലോട്ട് പോകാം. ലിഫ്റ്റിൻ്റെ സൗകര്യം കൂടെ ഒന്ന് നോക്കാം. നമ്മൾ ബാക്കി എല്ലായിടത്തും എക്സലേറ്ററും ഒക്കെ വെച്ചാണ് യൂസ് ചെയ്തത്. അപ്പം ലിഫ്റ്റുണ്ട്. നമുക്ക് ലിഫ്റ്റിൽ കയറി പ്ലാറ്റ്ഫോമിലോട്ടൊന്ന് പോയി നോക്കാം. ലിഫ്റ്റും നല്ല വലിയ ലിഫ്റ്റ്, അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ വോളുകളൊക്കെ. അപ്പോൾ ഔട്ട് സൈഡ് കാഴ്ചകൾ നമുക്ക് ലിഫ്റ്റിലൂടെ പോകുമ്പോഴും കാണാൻ പറ്റും. അപ്പോൾ നമുക്കിതിൽ പ്ലാറ്റ്ഫോമിലോട്ട് പോകാം. നമ്മൾ ലിഫ്റ്റിൽ വന്ന് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി. അതായത് താഴെ നിന്ന് നമ്മൾ സാധാരണ നടന്നു വരുന്ന ആ ഒരു ഏരിയയിലോട്ട് തന്നെ ലിഫ്റ്റിൽ വന്ന് നമുക്ക് ഇറങ്ങാൻ പറ്റും. പിന്നെ നമുക്ക് നേരെ പ്ലാറ്റ്ഫോമിലോട്ടാണുള്ളത്. പിന്നെ ഇവിടുത്തെ സീലിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സീലിങ്ങിൻ്റെ ഒപ്പം തന്നെ വൈറ്റ് കളറിലെ ലൈറ്റിൻ്റെ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിന് കുറച്ചുകൂടെ ഭംഗി വരുന്നുണ്ട്. നമ്മളിവിടുന്ന് അങ്ങനെ വന്നിട്ട് പ്ലാറ്റ്ഫോമിലോട്ടുള്ള എൻട്രിയാണിത്. ആസ് യൂഷ്വൽ എല്ലാ ട്രെയിനിലെയും പോലെ തന്നെ നമ്മൾ വന്ന സമയത്ത് തന്നെ ഒരു ട്രെയിൻ വന്നു. നമുക്ക് കുറച്ച് നേരം ഇവിടെ വന്നിട്ട് പോകാം. ഇവിടുത്തെ ഇൻഫർമേഷൻ സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സ്റ്റേഷനിൽ ഹോസ്പിറ്റലിലായിട്ട് റിലേറ്റഡ് ആയിട്ട് തന്നെ ഹോസ്പിറ്റലിൽ പോകാനുള്ളവരൊക്കെ ആയിരിക്കാം മെയിനായിട്ട് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ അതുപോലെ കുറച്ച് റെസിഡൻഷ്യൽ ഏരിയയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വന്ന സമയത്ത് ഒരു ട്രെയിൻ വന്നതുകൊണ്ട് തന്നെ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ആൾക്കാർ വളരെ കുറവാണ്. ഇപ്പം വന്നേക്കുന്നത് ഒരു ഡ്യൂട്ടി അവേഴ്സിലാണ്, നോർമൽ ഡ്യൂട്ടി അവേഴ്സിലാണ് ഇപ്പോൾ ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ മെട്രോയിൽ തിരക്ക് അത്ര അങ്ങോട്ട് അധികം ഒന്നും പറയാൻ പറ്റത്തില്ല, കുറവാണ്. പക്ഷേ നമുക്ക് തിരക്ക് കാണണമെങ്കിൽ ഒരു വൈകുന്നേരം സമയത്താണ് എല്ലാവരും ഒരു എൻജോയ്മെൻറ്റിനായിട്ടും അല്ലെങ്കിൽ തുടക്കത്തിൽ മെട്രോയിൽ കയറാനുള്ളവരൊക്കെ വരുന്നത് വൈകുന്നേരം സമയത്താണ്. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഒരു മലയാളിയെ പോലും നമ്മളിത്രയും വന്നിട്ട് കണ്ടില്ല. അവരെ വൈകുന്നേരങ്ങളിൽ വന്നാലായിരിക്കും കൂടുതൽ കാണുന്നത്. എല്ലാവരും ഫാമിലി ആയിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാൻ വരുന്നത് വൈകുന്നേരമൊക്കെ ആയിരിക്കാം. ആ സ്റ്റേഷൻ്റെ റൂഫ് ഗ്ലാസ് ടോപ്പിൽ ഫിനിഷ് ചെയ്തിട്ട് അതിൻ്റെ പുറത്തെ സൈഡിലാണ് ഈ ജിഐയുടെയൊക്കെ ഫ്രെയിം വർക്ക് ചെയ്തേക്കുന്നത്. അപ്പം എക്സ്റ്റേണലി നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ഫ്രെയിം വർക്കാണ് നമുക്ക് എക്സ്റ്റേണൽ സൈഡിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ സ്റ്റേഷൻ്റെയും ഒരു തീമെന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മുടെ സൗദി അറേബ്യയിൽ ഇപ്പോൾ നമ്മൾ സൗദീനെ പറ്റി സെർച്ച് ചെയ്യുമ്പോഴേ കിട്ടുന്നത് എന്തൊക്കെയാണ്, മരുഭൂമിയിലെ മണ്ണ് കൂടി നിൽക്കുന്നതൊക്കെയാണല്ലോ. അപ്പം ടോട്ടലി ഇതിൻ്റെ ഒരു ഡിസൈൻ ഷേപ്പ് ചെയ്തിരിക്കുന്നത്, ഫിനിഷിങ് വന്നേക്കുന്നത് ആ ഒരു കൺസെപ്റ്റിലോട്ടാണ്. ഡിസൈനും ചെയ്തേക്കുന്നത് മണ്ണിൻ്റെ ഒരു കൂനകൾ പോലെ ചെയ്തിട്ടുണ്ട്. അപ്പം ഒന്ന് രണ്ട് സ്റ്റേഷനൊക്കെ നല്ലോണം അത് എടുത്ത് നമുക്ക് അറിയാൻ സാധിക്കും. നമ്മൾ ഇവിടുത്തെ ഒരു സ്റ്റാഫുമായിട്ട് പരിചയപ്പെട്ടപ്പം പുള്ളി വേറൊരു ഇൻഫർമേഷൻ നമുക്ക് തന്നു. കാരണം നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ മെട്രോ എന്ന് പറയുന്നത് ടോട്ടൽ 6 ലൈനാണ് മെയിനായിട്ട്. അപ്പോൾ ഈ മാപ്പ് നോക്കുമ്പോൾ ഈ 6 കളർ കൂടാതെ ഒരു
ഒരു ഗ്രീൻ ലൈനും കൂടെ, ഇളം ഒരു ഗ്രീൻ ലൈനും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളി എൻ്റെ ചോദിച്ചു ഇതിനെപ്പറ്റി എന്താ അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, ഞാൻ മെട്രോയെ പറ്റി നോക്കിയപ്പോഴും ഈ 6 ലൈനാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളി എൻ്റെ പറഞ്ഞു ആ ഒരു ലൈൻ എന്ന് പറയുന്നത് മെയിനായിട്ടുള്ള ബസ് റൂട്ടാണ്, ബസ്സിൻ്റെ നമ്മുടെ റിയാദ് ബസ്സിൻ്റെ റൂട്ടാണ്. അത് നമ്മൾ ഇതിനു മുമ്പ് തുടങ്ങിയതാണ്, ഓൾറെഡി മെട്രോയ്ക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്ത സംഭവമാണ് റിയാദ് ബസ്. അപ്പോൾ അതിൻ്റെ ഒരു റൂട്ടും കൂടി ഇവർ ഈ മാപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, മെയിൻ സ്റ്റേഷനും ഒക്കെ. അപ്പം ബസ്സിൽ ഇവിടുന്ന് നമുക്ക് കയറിയാൽ ഏത് സ്റ്റേഷനിൽ വന്നിറങ്ങാം എന്നുള്ള ഡീറ്റെയിൽസും കൂടെ ഈ മാപ്പിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു പുതിയ ഇൻഫർമേഷൻ ആയിരുന്നു. ഈ ഒരു സ്റ്റേഷനിൽ വന്നപ്പോഴാണ് ഇവിടുത്തെ ഒരു സ്റ്റാഫുമായിട്ട് പരിചയപ്പെട്ടപ്പം പുള്ളി തന്ന ഒരു ഇൻഫർമേഷനാണ്. അല്ലിമാൻ ഹോസ്പിറ്റൽ സ്റ്റേഷനിലെ കാഴ്ചകളും അതിനകത്തെ സംഭവങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നു ഒക്കെ വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസായി അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക്, ഷെയർ, സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ കൂടി എത്തിച്ചു കഴിഞ്ഞാൽ അവർക്കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ അടുത്ത സ്റ്റേഷനിലേക്ക് പോകാനുള്ള ട്രെയിൻ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ പുതിയൊരു സ്റ്റേഷനിലെ വിവരങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.